ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് എക്സാമ്പിൾ 4 ചെയ്ത് നോക്കാം. നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും തന്നിട്ടുണ്ട്. അതായത് 1/1/2019 ബാലൻസ് ഷീറ്റും 31/12/2019 ബാലൻസ് ഷീറ്റും നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷനും തന്നിട്ടുണ്ട്. നമ്മളെ കൊണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ഐറ്റം ഉണ്ട്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് വരിക എന്ന് നോക്കാം. നമ്മൾ അസറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ക്യാഷ്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് ഇതൊക്കെ കറണ്ട് അസറ്റാണ്. ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റിൽ വന്ന ഇൻക്രീസും ഡിക്രീസും അല്ലേ, ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എടുക്കുക അല്ലേ. അതായത് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണും. ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് അഡ്ജസ്റ്റ് ചെയ്ത ശേഷമാണ് നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ അസറ്റ് സൈഡ് ക്യാഷ്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് ഇത്രയും എന്താണ് കറണ്ട് അസറ്റാണ്. പക്ഷേ നമ്മളിവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, ഡെപ്റ്റേഴ്സും സ്റ്റോക്കും മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, ഈ ക്യാഷ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനു കൺസിഡർ ചെയ്യില്ല, വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യില്ല. നമ്മൾ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് നോട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ആക്ച്വൽ ക്യാഷ് റിസീവ്ഡ് ആൻഡ് ആക്ച്വൽ ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ കറണ്ട് അസറ്റിലും കറണ്ട് ലയബിലിറ്റീസിലും ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, എക്സെപ്റ്റ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ക്യാഷ്, ക്യാഷ് ഇക്വാലൻസ് ഒഴികെയുള്ള ബാക്കിയുള്ള കറണ്ട് അസറ്റുകളിൽ വന്ന ചേഞ്ചസ് ആണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, ദെൻ മെഷീനറിൻ്റെ വാല്യൂ ഓപ്പണിങ്ങിൽ 80,000, ക്ലോസിങ് ആവുമ്പോഴേക്കും എത്രയായി, 55,000 ആയി. ദെൻ അഡീഷണൽ ഇൻഫർമേഷൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മെഷീൻ കോസ്റ്റിംഗ് ₹10,000 വാസ് സോൾഡ് ഫോർ ₹5,000 അല്ലേ. ഒറിജിനൽ കോസ്റ്റ് 10,000 ആണ്. അക്കുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 3,000. അപ്പോൾ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 7,000 അല്ലേ. 10,000 മൈനസ് 3,000 7,000. അപ്പോൾ 7,000 ബുക്ക് വാല്യൂ ഉള്ള അസറ്റ് എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്തിരിക്കുന്നത്, 5,000 rupeesനാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ലോസ് ആൻഡ് സെയിൽ ഓഫ് മെഷീനറി ഉണ്ട്. ഓക്കെ, ദെൻ നമ്മുടെ മെഷീനറിൻ്റെ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷനും തന്നിട്ടുണ്ട് അല്ലേ. അതായത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. അതും തന്നിരിക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്പണിങ്ങും ക്ലോസിങ്ങും തരുന്നതെങ്കിൽ നമ്മൾ അസറ്റ് അക്കൗണ്ട്, മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓപ്പണിംഗ് വാല്യൂ ഓഫ് മെഷീനറിനോട് നമ്മൾ ഓപ്പണിംഗ് പ്രൊവിഷനും ക്ലോസിംഗ് വാല്യൂ ഓഫ് മെഷീനറിനോട് നമ്മൾ ക്ലോസിംഗ് പ്രൊവിഷനും ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാകും. ഇത് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ അസറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന അസറ്റ് സൈഡിൽ ഐറ്റമാണ് ലാൻഡ്. ലാൻഡ് നോക്കുകയാണെങ്കിൽ ഓപ്പണിങ് 40,000 ക്ലോസിങ് 50,000. ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നുമില്ല. സോ നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ പറയാൻ പറ്റും എന്ത് പർച്ചേസ് ആണോ സെയിലാണോ സംഭവിച്ചിരിക്കുന്നത് അല്ലേ. ഓപ്പണിങ് 40,000, ക്ലോസിങ് ആകുമ്പോൾ 50,000. എന്താ ചെയ്തിരിക്കുന്നത്, ഇൻക്രീസാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇൻക്രീസ് സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർച്ചേസാണ് വന്നിരിക്കുന്നത് അല്ലേ. ലാൻഡ് പർച്ചേസ് ചെയ്താലല്ലേ വാല്യൂ ഇൻക്രീസ് ചെയ്യുള്ളൂ. സോ പർച്ചേസ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പർച്ചേസ് ഓഫ് ലാൻഡ് എന്ന് പറയുമ്പോൾ ഏത് ആക്ടിവിറ്റിയാണ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ് അല്ലേ. അസറ്റ് പർച്ചേസ് ചെയ്യുക, അസറ്റ് സെയിൽ ചെയ്യുക എന്നുള്ളതൊക്കെ ഏത് ആക്ടിവിറ്റിയിലാണ് വരിക, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലാണ് വരിക. ദെൻ ബിൽഡിംഗ് നോക്കുകയാണെങ്കിൽ ഓപ്പണിങ്ങിൽ 35,000, ക്ലോസിങ്ങിൽ 60,000. ഇതും എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇൻക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. സോ പർച്ചേസ് ഓഫ് ബിൽഡിംഗ് ആണ് വന്നിരിക്കുന്നത്. പർച്ചേസ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഏത് ആക്ടിവിറ്റിയാണ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. പർച്ചേസ് ചെയ്യാവുന്ന ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ ക്യാഷ് ഔട്ട് ഫ്ലോയിലാണ് പർച്ചേസ് ഓഫ് ബിൽഡിംഗ് വരിക. ഓക്കെ, ദെൻ നമുക്ക് ലയബിലിറ്റി സൈഡ് നോക്കാം. ഇവിടെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് ലയബിലിറ്റി ആണ്. ഇത് നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, മിസ്സിസ് എസ് ലോൺ അല്ലേ. അപ്പോൾ ഓപ്പണിങ്ങിൽ 24,000 rupees ലോൺ ഉണ്ടായിരുന്നു. ക്ലോസിങ് നോക്കുമ്പോൾ ലോൺ എമൗണ്ട് ഉണ്ടോ, ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്, ഈ 25,000 rupees പേ ചെയ്ത് കഴിഞ്ഞു, ഇപ്പോൾ ലോണൊന്നുമില്ല അല്ലേ. അപ്പോൾ ലോണ് തിരിച്ച് റീപേ ചെയ്യുക എന്ന് പറയുമ്പോൾ ഏത് ആക്ടിവിറ്റിയാണ്, ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ തിരിച്ച് പേ ചെയ്യാൻ വന്ന നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, അതായത് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് വരുന്നത്.
ദെൻ ലോൺ ഫ്രം ബാങ്ക് ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ എത്രയാണ് 40,000, ക്ലോസിങ്ങിൽ 50,000. എന്താ സംഭവിച്ചിരിക്കുന്നത്? ലോൺ എമൗണ്ട് ഇൻക്രീസ് ചെയ്തു. എത്ര ഇൻക്രീസ് ചെയ്തു? 10,000 റുപ്പീസ് ഇൻക്രീസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇത് ഏത് ആക്ടിവിറ്റിയാണ്? ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരിക്കുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇത് ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. എന്താ സംഭവിച്ചത്? ക്യാഷ് നമ്മുടെ കമ്പനിയിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോ ആണ് വരിക. ദെൻ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? കമ്പൈൻഡ് ക്യാപിറ്റലാണ് തന്നിരിക്കുന്നത്. അതായത് ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് ആണ് ഏത്? കമ്പൈൻഡ് ക്യാപിറ്റൽ. ഓക്കെ. അപ്പോൾ ഓപ്പണിങ്ങിൽ നോക്കുകയാണെങ്കിൽ 1,25,000, ക്ലോസിങ്ങിൽ 1,53,000 അല്ലേ. അപ്പോൾ ഈ ക്ലോസിങ്ങിൽ ആക്ച്വലി എമൗണ്ട് എങ്ങനെയാണ് വരിക? ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് ഉണ്ടായത് അല്ലേ. 1/1/2019 മുതൽ 31/12/2019 വരെയുള്ള പ്രോഫിറ്റ്, അതാണ് നമുക്കിവിടെ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ 2019 എമൗണ്ട് ടു ₹45,000. അപ്പോൾ നമ്മുടെ ഈ 31/12/2019 കമ്പൈൻഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ആക്ച്വലി വേണ്ടത് 1,25,000 പ്ലസ് ഈ നെറ്റ് പ്രോഫിറ്റ് ആണ്. എത്രയാണ് നെറ്റ് പ്രോഫിറ്റ്? 45,000. അതായത് 1,70,000 ആണ് വരേണ്ടത്. എത്രയേ വന്നിട്ടുള്ളൂ? 1,53,000. അതായത് എമൗണ്ട് കുറഞ്ഞു. ആക്ച്വലി വരേണ്ടത് 1,70,000 ആണ് അല്ലേ. ആ എമൗണ്ട് കുറഞ്ഞത് എന്തുകൊണ്ടായിരിക്കാം? ഇവിടെ വിഡ്രോവൽ വന്നിട്ടുണ്ടാകും, ക്യാപിറ്റൽ വിഡ്രോ ചെയ്തിട്ടുണ്ടാകും. അതിന് നമ്മൾ എന്ത് പറയും? ഡ്രോയിങ്സ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഇത് ഹിഡൻ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഹിഡൻ ആയിട്ടൊരു ട്രാൻസാക്ഷൻ ഉണ്ട്. അത് എന്താണ്? ഡ്രോയിങ്സ്. അപ്പോൾ ഈ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഏത് ആക്ടിവിറ്റി ആയിരിക്കും? ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. ക്യാപിറ്റൽ നമ്മൾ വിഡ്രോ ചെയ്യാണ് ചെയ്യുന്നത്. സോ അത് ഏതാണ്? ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ഹിഡൻ ഇൻഫർമേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യണം. ഏതൊക്കെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം? മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. കാരണം ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് അല്ലേ. സെയിൽ ചെയ്തു എന്ന് പറയുമ്പോൾ ലോസും സെയിലോ ഫിക്സ്ഡ് അസറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കണം. ദെൻ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് ആ വർഷം ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തത്? ആ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് ആഡ് ചെയ്യും. എന്താണ്? ഡിപ്രിസിയേഷൻ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ് അല്ലേ. അത് തിരിച്ച് നമുക്ക് ആഡ് ചെയ്യണം. സോ ഡിപ്രിസിയേഷൻ എത്രയാണ് എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ ഡ്രോയിങ്സ് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റായി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. സോ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഹെഡിങ് ആണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഏത് മെത്തേഡാണ്? ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഫോർ ദി ഇയർ എൻഡഡ് 31/12/2019. നമ്മളെ കൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് പ്രിപ്പയർ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, ഏത് മെത്തേഡാണെന്നും പറഞ്ഞിട്ടില്ല. സോ ഇങ്ങനെ ഏത് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യണം എന്ന് പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഏത് മെത്തേഡാണ്? ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ ഇൻഡയറക്റ്റ് മെത്തേഡ് ഫോർ ദി ഇയർ എൻഡഡ് 31/12/2019 അല്ലേ. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതാം. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് അല്ലേ. ഓക്കെ. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. സോ നമ്മൾ ഏത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക? നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ അല്ലേ. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് എമൗണ്ട്? 45,000. എത്രയാണ്? 45,000. സോ നമുക്കത് ഇന്നർ കോളത്തിൽ എഴുതാം. കാരണം നമുക്ക് തിരിച്ച് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാനും ഉണ്ട്, ഡിഡക്റ്റ് ചെയ്യാനും ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ 45,000 നെറ്റ് പ്രോഫിറ്റ് എഴുതി. ഇനി ഇതിനോട് എന്ത് ചെയ്യണം? പ്ലസ് അല്ലേ. പ്ലസ് എന്താ വരിക? നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓക്കെ. അപ്പോൾ മക്കളെ നമ്മൾ
ക്വസ്റ്റ്യൻ നോക്കുക, എന്തൊക്കെയാണ് നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ടുള്ളത്. അല്ല, ഇവിടെ നമ്മൾ മെഷീനറി നോക്കുകയാണെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷനിൽ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷനൊക്കെ തന്നിട്ടുണ്ട്. സോ നമുക്ക് ആക്ച്വലി ആ വർഷം എത്രയാണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിരിക്കുന്നതെന്നൊന്നും അറിയില്ല. അത് നമ്മൾ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനേ വേണം. അതുപോലെ തന്നെ ഇവിടെ മെഷീൻ സെയിൽ ചെയ്ത് വിട്ടുണ്ട് പറഞ്ഞു അല്ലേ. മെഷീൻ സെയിൽ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ലോസ് ആൻഡ് സെയിൽ ഓഫ് മെഷീനറി നമുക്ക് നെറ്റ് പ്രോഫിറ്റിനോട് തിരിച്ച് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? മെഷീനറി അക്കൗണ്ടും പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാം. സോ ഞാൻ നെക്സ്റ്റ് പേജ് എടുത്തിട്ട് ഞാൻ ആദ്യം മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. മെഷീനറി അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ മെഷീനറി അക്കൗണ്ടിൽ എന്തൊക്കെ ഐറ്റംസാണ് വരിക? ആദ്യം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആണ് എഴുതുക അല്ലേ. അപ്പോൾ മെഷീനറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നോക്കുകയാണെങ്കിൽ ₹80,000 ആണ്. ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്? 55,000. അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ടാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ തന്നിരിക്കുന്നത് അല്ലേ. അതായത് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിരിക്കുന്നത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഓപ്പണിംഗ് വാല്യൂ ഓഫ് മെഷീനറിനോട് ഓപ്പണിംഗ് പ്രൊവിഷൻ ആഡ് ചെയ്യണം. ഓപ്പണിംഗ് പ്രൊവിഷൻ എത്രയാണ്? 25,000 ആഡ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് വന്നിട്ട് അസറ്റ് അക്കൗണ്ടിൽ, അതായത് മെഷീനറി അക്കൗണ്ടിൽ എഴുതേണ്ടത്. അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് മെഷീനറിനോട് നമ്മൾ ക്ലോസിംഗ് പ്രൊവിഷൻ ആഡ് ചെയ്യണം. ക്ലോസിംഗ് പ്രൊവിഷൻ എത്രയാണ്? ഈ 40,000 ആഡ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെഷീനറി അക്കൗണ്ടിൽ എഴുതാം. ഓക്കെ, അപ്പം നമുക്ക് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എഴുതാം. അപ്പോൾ നമുക്ക് ആദ്യം ഓപ്പണിംഗ് ബാലൻസ് ഏത് സൈഡാണ് വരിക? ഡെബിറ്റ് സൈഡാണ് വരിക. അപ്പോൾ മെഷീനറിൻ്റെ ഓപ്പണിംഗ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 80,000. ഓപ്പണിംഗ് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എത്രയാണ്? 25,000. രണ്ടും ആഡ് ചെയ്ത ശേഷമാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. എത്രയാണ്? 1,05,000. ദെൻ നമ്മൾ എന്തെഴുതണം? ക്ലോസിംഗ് ബാലൻസ് എഴുതണം. ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ മെഷീനറിൻ്റെ ക്ലോസിംഗ് വാല്യൂ എത്രയാണ്? 55,000. ദെൻ ക്ലോസിംഗ് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എത്രയാണ്? 40,000. ഇത് രണ്ടും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് എഴുതേണ്ടത് അല്ലേ. ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 95,000. ഓക്കെ, ഇത് നെക്സ്റ്റ് എന്തൊക്കെ എഴുതണം? നമുക്ക് ഡിപ്രിസിയേഷൻ എഴുതണം. ഡിപ്രിസിയേഷൻ അല്ലേ, ഇത് ഏത് മെത്തേഡാണ്? ഇത് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡാണ്. എന്ത് മെത്തേഡാണ്? ഒറിജിനൽ കോസ്റ്റ് മെത്തേഡാണ്. സോ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ എഴുതുന്നത് എന്തായിരിക്കും? അതായത് സെയിൽ ചെയ്ത മെഷീനറിൻ്റെ ഡിപ്രിസിയേഷൻ അല്ലേ. അപ്പോൾ സെയിൽ ചെയ്ത മെഷീനറിൻ്റെ ഡിപ്രിസിയേഷൻ എത്രയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എത്രയാണ്? 3,000. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിപ്രിസിയേഷൻ ഓൺ സെയിൽ ഓഫ് മെഷീനറി അല്ലേ. സെയിൽ ചെയ്ത മെഷീനറിൻ്റെ ഡിപ്രിസിയേഷൻ ആണ് എത്രയാണ്? 3,000 അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ മെഷീനറി സെയിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. എത്ര രൂപയ്ക്കാണ് മെഷീനറി സെയിൽ ചെയ്തിരിക്കുന്നത്? ₹5,000 അല്ലേ. അപ്പോൾ 5,000 റുപ്പീസിനാണ് നമ്മുടെ മെഷീനറി സെയിൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മെഷീനറിൻ്റെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ മെഷീനറിൻ്റെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് 10,000. അതിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അല്ലേ, സെയിൽ ചെയ്ത മെഷീനറിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ 3,000. അപ്പോൾ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 7,000. ഈ 7,000 ബുക്ക് വാല്യൂ ഉള്ള അസറ്റ് എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്തിരിക്കുന്നത്? 5,000 റുപ്പീസിന് അല്ലേ. അപ്പോൾ നോക്കുകയാണെങ്കിൽ 7,000 ഉള്ളത് 5,000 കൊടുത്തു നമുക്ക് എന്താ വന്നിരിക്കുന്നത്? ലോസ് ആണ് വന്നിരിക്കുന്നത്. എത്ര? ₹2,000. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്തിരിക്കുന്നത്? ക്യാഷ് സെയിൽ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്തിരിക്കുന്നത്? 5,000. 5,000 സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ലോസ് വന്നിരിക്കുന്നത്? ലോസ് ഓൺ സെയിൽ അല്ലേ. ഏത് സൈഡ് എഴുതുക? ക്രെഡിറ്റ് സൈഡ് എഴുതുക. എത്ര രൂപയാണ്? 2,000. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇനി എക്സ്ട്രാ ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. സോ നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡെബിറ്റ് സൈഡ് എത്രയാണ്? ടോട്ടൽ 1,05,000 തന്നെയാണ്. ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്ര തന്നെയാണ്? 1,05,000. സോ ഇവിടെ രണ്ട് സൈഡും എന്താണ്? ഈക്വൽ ആണ്. സോ നമ്മൾക്ക് ഹിഡൻ ആയിട്ട് യാതൊരു ഇൻഫർമേഷനും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന ഇൻഫർമേഷൻ അല്ലാതെ എക്സ്ട്രാ ക്യാഷ് സെയിലോ അല്ലെങ്കിൽ ക്യാഷ് പർച്ചേസോ ഇവിടെ ചെയ്തിട്ടില്ല.
ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ട് എന്താണ്? പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. ഓക്കെ. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ എന്തൊക്കെ എഴുതും? ഓപ്പണിംഗ് ബാലൻസ് എഴുതും, ക്ലോസിംഗ് ബാലൻസ് എഴുതും, അതുപോലെ തന്നെ സെയിൽ ചെയ്ത അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ നമ്മൾ എഴുതും അല്ലേ. ദെൻ നമ്മൾ ആ വർഷം എത്രയാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് എഴുതണം? ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. ഓപ്പണിംഗ് ബാലൻസ് ഏത് സൈഡാണ് വരിക? ക്രെഡിറ്റ് സൈഡാണ് വരിക. ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ബ്രോ ഡൗൺ എഴുതിയാലും മതി. ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 25,000 അല്ലേ, 25,000. ദെൻ ക്ലോസിംഗ് ബാലൻസ് എഴുതാം. ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡ് എഴുതാം. എത്രയാണ്? 40,000 അല്ലേ. ദെൻ എന്ത് എഴുതണം? സെയിൽ ചെയ്ത അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ മെഷീനറി എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. മെഷീനറിയാണ് സെയിൽ ചെയ്ത് അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ എത്രയാണ്? 3,000. ഓക്കെ. ഇനി എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡ് 43,000 കിട്ടും. അപ്പോൾ നമ്മൾ ടോട്ടൽ കോളം രണ്ടും 43,000 കിട്ടും. ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതാം. ഇവിടെ പ്രൊവിഷൻ ക്രിയേറ്റഡ് ഡ്യൂറിങ് ദ ഇയർ ആണ്. അതായത് നമ്മൾ ആ വർഷം പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രൊവിഷൻ മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ അല്ലേ. എത്രയാണ് വരിക? ബാലൻസിങ് ഫിഗർ കിട്ടുക നമുക്ക് 18,000. അപ്പോൾ നമുക്ക് ഡിപ്രിസിയേഷനും കിട്ടി. ഓക്കെ. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇൻഫർമേഷനൊക്കെ കിട്ടി. ദെൻ നമുക്ക് അഡീഷണലായിട്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കമ്പൈൻഡ് ക്യാപിറ്റൽ അക്കൗണ്ടാണുള്ളത് ഡ്രോയിങ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടും കൂടി പ്രിപ്പയർ ചെയ്തിട്ട് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ. ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡാണ് വരിക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്പണിംഗ് ബാലൻസ് ഏത് സൈഡാണ് വരിക? ക്രെഡിറ്റ് സൈഡാണ് വരിക. നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 1,25,000. എത്ര? 1,25,000. ദെൻ ക്ലോസിംഗ് ബാലൻസ് ഏത് സൈഡ് അപ്പോൾ വരും? ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡ് വരും. ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്? 1,53,000 അല്ലേ. പിന്നെ എന്തൊക്കെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്? നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസിനോട് ആഡ് ചെയ്യുക. അതായത് അത് നമ്മൾ ക്രെഡിറ്റ് സൈഡാണ് കാണിക്കുക. എത്രയാണ് നെറ്റ് പ്രോഫിറ്റ്? 45,000. ഓക്കെ. ഇത്രയും ഇൻഫർമേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് സൈഡ് നമുക്ക് എത്ര കിട്ടും? 1,70,000 കിട്ടും. ദെൻ ഡെബിറ്റ് സൈഡ് നോക്കണമെങ്കിൽ 1,53,000 ഉള്ളൂ. അപ്പോൾ നമ്മൾ ടോട്ടൽ കൊല്ലത്തിൽ 1,70,000 എഴുതാം. ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡ്രോയിങ്സ് ആണ്. അപ്പോൾ ക്യാഷ് വന്നിട്ട് ഡ്രോയിങ്സ് എഴുതാം. ക്യാഷ് വിഡ്രോ ചെയ്യാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. ക്യാപിറ്റൽ വിഡ്രോ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാലൻസിങ് ഫിഗറാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. എത്രയാണ്? 17,000. ഓക്കെ. അപ്പോൾ ഇവിടെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിഡ്രോ ചെയ്ത എമൗണ്ട് എത്രയാണ്? 17,000. ഇത് നമ്മൾ ഫിനാൻസിങ് ആക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്താണ് കൺസിഡർ ചെയ്യാം. സോ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വേണ്ട അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. നമ്മൾ പകുതി വെച്ച് നിർത്തിയിരിക്കുകയായിരുന്നു.